അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ലോൺ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇൻട്രസ്റ്റ് ഉണ്ടാവും, EMI ഉണ്ടാവും. അപ്പോൾ EMI നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഇതിന് പോകാന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം പറയും, ഇപ്പോൾ കാറിന് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർ എടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടോ? എൻ്റെ ബേസിക് നീഡിനേക്കാൾ അപ്പുറത്താണോ ഞാൻ കാർ എടുക്കുന്നത്? ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു 6 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് ഒരു 15 ലക്ഷം രൂപയുടെ കാറിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടാവുമായിരിക്കും, പക്ഷേ അത് ആഗ്രഹമായിരിക്കാം, പക്ഷേ അത് ശരിക്കും വേണോ? അപ്പോൾ നമ്മൾ ആലോചിക്കുക, അതിന് പറ്റിയ ഈ ലോൺ എടുക്കണമെങ്കിൽ എനിക്ക് എത്ര രൂപ എൻ്റെ മാസത്തിൽ നിന്ന് പോകുന്നു? ഇതൊരു 25% കൂടുതൽ നിങ്ങളുടെ ഇൻകത്തേക്കാളും കൂടുതൽ EMI വരണമെങ്കിൽ ദയവ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ അതിലൊരു കൺട്രോൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇതൊരു പ്രശ്നമായി ഭവിക്കില്ല. ഇനി ഹോം ലോൺ എടുക്കുന്ന സമയത്താണെങ്കിലും വേറെ ലോണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോൺ കഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിലും ഹോം ലോണിലേക്ക് പോകണമെങ്കിൽ എല്ലാ ലോണും കൂടി കൂടിയിട്ട് ഒരു 30% 40% കൂടുതൽ EMI വരാത്ത വിധത്തിലുള്ള ലോണുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താ? ഇനി അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ EMI അടയ്ക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, അതോ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടാണോ ജീവിക്കുന്നത്? അപ്പോൾ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. എൻ്റെ ഇപ്പോഴത്തെ ഇൻകത്തിനനുസരിച്ചിട്ട് എനിക്ക് എത്രമാത്രം EMI കൊണ്ടുകിടക്കാൻ പറ്റും, എത്രമാത്രം എനിക്കൊരു ലൈബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റും, ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിനേക്കാൾ അപ്പുറത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമുക്ക് ബേസിക് ഇൻഷുറൻസ് ഉണ്ടോ, ബേസിക് ടൈം ഇൻഷുറൻസ് ഉണ്ടോ, ഇനി നമ്മൾ ഇരിക്കുന്ന ജോലിയിൽ എത്രമാത്രം റിസ്ക് ഉണ്ട്, പെട്ടെന്ന് ജോലി പോകാൻ ചാൻസ് ഉള്ളതാണോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ലോൺ എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ പോകാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും EMI ഒരു 40% കൂടുതൽ ചിന്തിക്കാനേ പാടില്ല. എൻ്റെ ഒരു കുറച്ചും കൂടി ഞാൻ റിസ്ക് അവേഴ്സ് ചെയ്യണതിൻ്റെ പേരിൽ ചെയ്യണതാണ്. ഞാൻ പല ആൾക്കാരും ഒരു 50% 60% മുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ലോണൊക്കെ എടുത്തവർ. ചിലവർക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ലൈഫ് സ്റ്റൈൽ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്യണത്. പക്ഷേ ലോൺ എടുത്തിട്ട് അതിലൊരു ടെൻഷൻ വരുത്താൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എസ്പെഷ്യലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം ഫിനാൻഷ്യൽ പ്ലാനറുടെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ എസ്പെഷ്യലി നിങ്ങളുടേതായ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെ പ്ലീസ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യനോട് ഡിസ്കസ് ചെയ്തു. ഭാര്യനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും വീട് വേണമെന്നുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളുടെ അമ്മനോട് ഡിസ്കസ് ചെയ്യുന്നു, അച്ഛനോട് ഡിസ്കസ് ചെയ്യുന്നു, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഇവരെ കൊണ്ട് എങ്ങനെ ഒരു വീട് എടുപ്പിക്കണം എന്നുള്ളത്. ആ സമയത്ത് അവരുടെ ഡിസിഷൻ എപ്പോഴും ബയാസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു ഇൻഡിപെൻഡന്റ് പ്ലാനർ എടുത്തിരുന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ഇത്രയുണ്ട്, നിങ്ങൾക്ക് ഇത്ര ലൈബിലിറ്റി ഉണ്ട്, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ ഹൗസോ എത്ര രൂപയുടെ കാറോ വാങ്ങാൻ പറ്റണമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അഡ്വൈസ് തരാൻ പറ്റും. ഇപ്പോൾ NRIസിന്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു വീട് പണിയാന്നുള്ളതൊക്കെ ആയിരിക്കും ആദ്യത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എന്നിട്ട് അവർ കുറേ ലാൻഡുകൾ വാങ്ങിയിട്ടുണ്ടാവും, അവർ കുറേ ഇൻഷുറൻസ് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ NRIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം NRIs തന്നെ മനസ്സിലാക്കുക, ഞാൻ തിരിച്ചു വരാൻ പോകുന്നുണ്ടോ അതോ ഞാൻ ആ നാട്ടിൽ തന്നെയാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു തീരുമാനം എത്രയും ഏർലി എടുത്തോ അത്രയും നല്ലത്. അപ്പോൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ വീടിൻ്റെ കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വീട് കുറച്ചും കൂടി വൈകിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം